സ്പോർട്സിലൊന്നും ഞാൻ തീരെ ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു 2 കിലോമീറ്റർ നടക്കുമ്പോഴത്തേക്ക് എല്ലാവരും കുഴഞ്ഞ് ഇരുന്നിട്ടാണ് എല്ലാവരും പോയിട്ടുള്ളത്. യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പുതിയ മനുഷ്യന്മാരെ കാണുന്നു, അവരുടെ കൾച്ചർ പഠിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കൂടയിൽ ബാഗ് ഇട്ട് പോകുന്നത്, അത് യാത്രക്കാരുടെ ബാഗാണ്. ഇതാണ് അവരുടെ അന്നം എന്ന് പറയുന്നത്. നമ്മൾ ഇവനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവരെല്ലാ ദിവസവും പോകുന്ന പറഞ്ഞിട്ടുള്ളത്. ഹർദിനം ആപ് ചലത്തെ ഹേ? हाँ हर दिन. Say hi. इधर hi. हाय बता हाय. രസാട്ടോ പുതിയ പുതിയ മനുഷ്യന്മാരെ ഇങ്ങനെ പരിചയപ്പെടാന്ന് പറയുമ്പോൾ. ഇവര് നമ്മോടൊപ്പം ജീപ്പിലുണ്ടായിരുന്നവരാണ് കേട്ടോ. 15,000 ഫീറ്റ് വരുന്ന ഹേമകുണ്ട് സാഹിബിലോട്ടാണ് ഇവരുടെ യാത്ര. ഞാനിവിടെ എവിടെയും റെസ്റ്റ് ചെയ്തില്ല, ഞാനങ്ങ് നേരെ നടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുൾ ഞാൻ ഒറ്റയ്ക്കാട്ടോ യാത്ര ചെയ്തിട്ടുള്ളത്. അവര് മെല്ലെ 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 നടന്നു വരുന്നുണ്ടായിരുന്നു. ഞാൻ ഇവരെക്കാളും സ്ലോ ആണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എവിടെ റെസ്റ്റ് ചെയ്ത് നടന്നിട്ടുള്ളത്. പോകുന്ന വഴി ഇഷ്ടം പോലെ കടകളുണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് വെള്ളം ദാഹിക്കുക അല്ലെങ്കിൽ വിശക്കുകയോ ചെയ്താൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നല്ല വിലയാണ്. വെള്ളത്തിനൊക്കെ 50 രൂപയാണ്, ഒരു കുഞ്ഞു ഫ്രൂട്ടി കിടക്ക് 50 രൂപയാണ്.